കൂട്ടുകാരെ, നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു 5G ഫോണും വേണം. ഏത് വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ പല 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരുപാട് ഫോണുകളുണ്ട് എങ്കിലും നമുക്കൊരു ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാംസങ് ഫോണാണ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാംസങ് ഫോണിനെ കുറിച്ചാണ് പറയുന്നത്. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സാംസങ്ങിൻ്റെ ഒരു 5G ഫോൺ. അപ്പോൾ അതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, നമുക്ക് ആർക്കൊക്കെ ഇത് വാങ്ങാം, ആർക്കൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാമോ എന്നുള്ളത്. അപ്പോൾ 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു 5G ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി F06 5G എന്ന് പറയുന്ന ഫോണാണ്. ഗാലക്സി F06 5G എന്ന ഫോൺ. ഈ ഒരു ഫോണ് ശരാശരി നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ ഹെവി ഗെയിമിങ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഈ ഒരു ഫോൺ വാങ്ങണ്ട. കുറച്ചും കൂടെയൊക്കെ വില കൂടുതൽ നമ്മൾ കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഫോൺ കിട്ടും. പക്ഷേ ഇത് ഹെവി പെർഫോമൻസ്, ഹെവി ഗെയിമിംഗ് ഒന്നും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടത്തില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്കൊരു 5G ഫോൺ കിട്ടും എന്നുള്ളതാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കും. 6.7 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ കിട്ടും. യൂട്യൂബ്, വാട്സപ്പ് ബ്രൗസിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യും. അതായത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. നല്ലൊരു ഹെവി ആയിട്ടുള്ള നല്ല വലിയൊരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ്. ഒരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്താലും നമുക്കിത് ബാറ്ററിയിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. 5000 mAhൻ്റെ ഒരു നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ഉണ്ട്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ഈ ഒരു ഫോണുണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ്ങും നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഏകദേശം നല്ലൊരു 3-4 വർഷത്തേക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ സപ്പോർട്ടിങ് ഈ ഒരു സാംസങ് ഫോൺ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ എന്ന് പറയുന്നത് 50 MB ബാക്ക് ക്യാമറയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് വീഡിയോസുകൾ, ഫോട്ടോസുകളൊക്കെ എടുക്കാം. ഡേ ലൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് ബെറ്റർ ആയിട്ടുള്ളൊരു ഫോണാണ്. ഈ ഒരു 50 MB ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേ ലൈറ്റ് ഫോട്ടോസൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നൈറ്റ് വിഷനൊക്കെ വളരെ ശോകമാണ്. നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു നൈറ്റ് വേഷൻ ഫോട്ടോകളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഡേ ലൈറ്റിനൊക്കെ ഈ ഒരു 50 MB സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഡൈമെൻസിറ്റി 6000 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് ഓക്കെ ആണ്. പക്ഷേ ഹെവി ഗെയിമിങ്, അതുപോലെ ഹെവി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ലാഗിങ്, ഹാങ്ങിങ് ഒക്കെ വരും. അതുകൊണ്ട് ഡെയിലി യൂസിന് ഓക്കെയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ അല്ല, LCD ഡിസ്പ്ലേ ആണ്. HD+ LCD ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ അല്ല, AMOLED ഡിസ്പ്ലേ അല്ല. അതിൻ്റെ ഒരു പ്രോബാക്ക് നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗെയിമിങ്ങും മൾട്ടി ടാസ്കിങ് ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ലാഗിങ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് ബോക്സിൽ ചാർജർ കാണത്തില്ല, വെറും ഒരു കേബിൾ മാത്രമേ കാണുള്ളൂ. അതുകൂടി മനസ്സിലാക്കുക. ചാർജറില്ല ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കാള്, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് വളരെ ബെറ്റർ ആണ്. അതുപോലെ തന്നെ സാംസങ് ബ്രാൻഡ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഫോൺ വാങ്ങാം. അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ 5G ഫോണും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ചോയ്സാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറയാം. പിന്നെ ആരൊക്കെ ഇത് ഹെവി ഗെയിമിംഗ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു ഫോൺ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ഫോൺ വാങ്ങാതിരിക്കാം. ഹൈ പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങാതിരിക്കാം. ഓക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഡെയിലി യൂസേജിന് പറ്റിയ ഒരു 5G ഫോൺ ഇത്തിരി പ്രായമായുള്ളവർക്കും, അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവർക്കും, അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ ഓൺലൈൻ ക്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യാം. പക്ഷേ നല്ല ഹെവി ആയിട്ടുള്ള ഗെയിമുകൾ, ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ, എഡിറ്റിംഗ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. 9500 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 9500 രൂപയ്ക്ക് ഈ ഒരു സ്പെസിഫിക്കേഷൻ, മറ്റു കാര്യങ്ങൾ, വലിയൊരു ഫോണാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഫോണാണ്, വലിയൊരു ഡിസ്പ്ലേ ആണ്, വലിയൊരു കാര്യമൊക്കെയാണ്. അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 9500 രൂപയ്ക്ക് ഈ ഒരു ഫോണ് വാല്യൂ ഓഫ് മണി തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങാവുന്നവർക്ക് വാങ്ങുക. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതിന് കുട്ടികളെ ബൈ.